നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്ന ക്രൂശിന്റെ വചനം എന്ന ഭാഗമാണല്ലോ. അതില് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൂശിന്റെ വചനത്തെ കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ പ്രാവശ്യം നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കാനായിട്ട് പോകുന്നത് 1 കൊരിന്ത്യർ അതിന്റെ 21-23 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് പ്രസംഗിക്കുന്നു എന്ന്. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പൗലോസ് ഒരു അപ്പോസ്തലനായിരുന്നു. ഇന്ന് നമ്മള് സ്വതന്ത്ര സഭകളിലേക്കൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. എന്താണ്? സ്വയമായിട്ട് തങ്ങൾ സ്വയം അപ്പോസ്തലന്മാരെ നമുക്ക് അവിടെ കാണാം. സ്വന്തമായി ഞങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന അപ്പോസ്തലന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവര് പ്രത്യേകിച്ചും അവരുടെ ലക്ഷ്യം എന്താണ്? പണലാഭമാണ്, വയറ് നിറയ്ക്കുക എന്നുള്ള കാര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കഴിഞ്ഞ ഇടങ്ങളിലൊക്കെ നമ്മള് ചില സ്വതന്ത്ര സഭയിലെ അപ്പോസ്തലന്മാരും സ്വയം പേരെടുത്തവർ, കാരണം അവർക്ക് അവരുടേതായ ദശാംശവും ഓഹരിയും കിട്ടാതെ വരുമ്പോൾ ജനത്തെ ശപിക്കുന്ന കാഴ്ചയൊക്കെ കണ്ടു. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ ഒരിക്കലും, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥ അപ്പോസ്തലന്മാർ ആരാണ് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ മെസ്സേജിൽ ഞാൻ പൂർണ്ണമായും തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവവചനം ഒരു അപ്പോസ്തലൻ എന്തായിരിക്കണം? സ്വയമായി രൂപീകരിക്കപ്പെട്ട ഒന്നല്ല അപ്പോസ്തല ശുശ്രൂഷ എന്ന് പറയുന്നത്. 2 രോഗികളെ, അതായത് ആ അപ്പോസ്തലന്മാർ, ഇന്നത്തെ അപ്പോസ്തലന്മാർ അഹങ്കരിക്കുന്നത് ഞാൻ ക്യാൻസർ രോഗം മാറ്റി, അതുപോലെ തന്നെ 2 പ്രവചനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ എന്താണ് ഒരു അപ്പോസ്തലനാണ് എന്നുള്ള ചിന്തയാണ് പല ആളുകൾക്കുമുള്ളത്. പൗലോസ് അപ്പോസ്തലന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ഇവരൊക്കെ എന്താണ്, 2 രോഗസൗഖ്യം നടത്തി കഴിയുമ്പോൾ ആളെ കിട്ടും, കുറച്ച് കാശുണ്ടാക്കാം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇവർക്കുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു അപ്പോസ്തലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞു, ജനങ്ങളാണ് ഞങ്ങളുടെ സമ്പത്ത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ സമ്പത്ത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോസ്തലന്റെ ഗുണങ്ങളെ കുറിച്ച്, അതായത് 1:23 പറയുകയാണ്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയമായി അഹങ്കരിക്കുന്നവനായിരുന്നില്ല പൗലോസ് അപ്പോസ്തലൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വെളിപ്പാടുണ്ടായിരുന്നു, വെളിപ്പാടിന്റെ ആധിക്യം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രവചിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വീര്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലൊന്നും അദ്ദേഹം സന്തോഷിച്ചിരുന്നില്ല. അദ്ദേഹം സന്തോഷിച്ചത് എന്താണ്? ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിലായിരുന്നു അദ്ദേഹം സന്തോഷിച്ചുകൊണ്ട്. അതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേർന്നിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നു. താൻ മരിച്ചപ്പോഴും പറഞ്ഞ് ഞാൻ നല്ല ഓട്ടമോടി എന്നുള്ളതാണ്. ഇന്നത്തെ അപ്പോസ്തലന്മാരുടെ പ്രത്യേകത എന്താണ്? കാശുണ്ടാക്കുക. പ്രത്യേകിച്ച് സ്വതന്ത്ര സഭകളിലാണ് ഇങ്ങനെയുള്ള അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിത അപ്പോസ്തലന്മാരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോസ്തലൻ തന്നെ എന്തായിരിക്കണം അപ്പോസ്തലൻ എന്നുള്ള കാര്യത്തെ കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോ നമ്മള് 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലന്റെ ഗുണഗണങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ ആരോ ഒരിക്കൽ തമാശയ്ക്ക് പറയുന്നത് കേട്ടു, അപ്പപ്പോ സ്ഥലത്തുള്ളവനാണ് അപ്പോസ്തലൻ എന്ന്. എന്ത് വിഡ്ഢിത്തരങ്ങളാണ് പറയുന്നത് അല്ലേ? അവർക്ക് അവരുടെ കാര്യങ്ങൾ ജയിക്കുവാൻ വേണ്ടി അവരോട് വിഡ്ഢിതര വാക്കുകൾ പറയുകയാണ്. അപ്പപ്പോ സ്ഥലത്തുള്ളവനാണ് അപ്പോസ്തലൻ, അപ്പോസ്തലൻ ദൈവം അയച്ചിട്ട് വരുന്നവനാണ് അപ്പോസ്തലൻ എന്നാണ്, അപ്പോസ്തലന് അയക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണ് ആ വാക്ക് അപ്പോസ്തലൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട്. അപ്പോ കർത്താവ് അയച്ചിട്ട് വന്നവനാണ് അപ്പോസ്തലനായ പൗലോസ്. ആ വിളിയെ കുറിച്ച് തനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം തെറ്റായി ജനങ്ങൾ ചെയ്യുന്നത് പോലും അദ്ദേഹം അതിനെ തെറ്റുകളെയും തിരുത്തിയ ആളായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 12:12 രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? 2 കൊരിന്ത്യർ 12:12 പറയുകയാണ്, അപ്പോസ്തലന് ചില ലക്ഷണങ്ങളുണ്ട്. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ
പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നുവല്ലോ എന്നാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അപ്പോസ്തലന്റെ ലക്ഷണങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു. അവിടെ എന്താണ്? പൂർണ്ണ സഹിഷ്ണുത ഉണ്ടാകണം, അല്ലേ? അത് പൂർണ്ണ സഹിഷ്ണുതയാണ് പ്രത്യേകമായി ഒരു അപ്പോസ്തലന് വേണ്ട ഗുണഗണം. പിന്നീടാണ് രണ്ടാമത്തെ കാര്യമാണ് അത്ഭുതങ്ങൾ ഉണ്ടാകാം, അടയാളങ്ങൾ ഉണ്ടാകാം, വീര്യപ്രവൃത്തികൾ ഉണ്ടാകാം, നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നല്ലോ. അതാണ് അപ്പോസ്തലനുള്ള ലക്ഷണങ്ങളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എങ്കിലും താൻ തന്നെ പറയുന്നു, അല്ലേ? 11-ാമത്തെ വാക്യത്തിൽ അല്ലാണോ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ മൂഢനായി പോയി, നിങ്ങളാണ് അതിലേക്ക് എന്നെ നയിച്ചത്. നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടതായിരുന്നു. കാരണം ഞാൻ നിസ്സാരനെങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരല്ല, ഒട്ടും കുറഞ്ഞവനല്ല. ഞാൻ തന്നെ അവിടെ താഴ്ത്തുകയും താൻ കുറഞ്ഞവനല്ല എന്നും അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവന് ഒത്തിരി അധികം കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പോസ്തല വേല എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ സന്തോഷത്തിന്റെ വേലയായിട്ട് അവൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതാണ് അവനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? ഒരുപാട് കഷ്ടങ്ങൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ പരസ്യ ശുശ്രൂഷ വേളയില് താൻ അനുഭവിച്ച വേദനകളെ കുറിച്ച് താൻ പലപ്പോഴും തന്റെ ലേഖനങ്ങളിൽ താൻ കുറിച്ചു വെച്ചിട്ടുണ്ട്, അല്ലെ? അപ്പോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതായത് 2 കൊരിന്ത്യർ 11:21 എഴുതിയിരിക്കുകയാണ്, അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നു എന്നും ഞാൻ മാനം കെട്ടു പറയുന്നു. എന്നാൽ ആരെങ്കിലും പ്രശംസിക്കാൻ ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു. ഞാനും ധൈര്യപ്പെടുന്നു. അവർ എബ്രായരോ, ഞാനും അത്രേ. അവർ ഇസ്രായേലിലോ, ഞാനും അത്രേ. അവർ അബ്രഹാമിന്റെ സന്തതിയോ, ഞാനും അത്രേ. അവർ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിപരമായി സംസാരിക്കുന്നു. ഞാൻ അധികം മികച്ചവൻ. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. അധികം പ്രാവശ്യം തടവിലായി. അനവധി പ്രാവശ്യം ക്രൂരമായി അടിയേറ്റു. ചിലപ്പോൾ പ്രാണഭയത്തിലായി. യഹൂദരാൽ ഞാൻ ഒന്ന് കുറയെ 40 അടി 5 പ്രാവശ്യം കൊണ്ടു. 3 പ്രാവശ്യം കോലിനാൽ അടി കൊണ്ടു. ഒരിക്കൽ കല്ലേറ് കൊണ്ടു. 3 പ്രാവശ്യം കപ്പൽ ഛേദത്തിലകപ്പെട്ടു. ഒരു രാപ്പകൽ കടലിൽ ഒഴുകി നടന്നു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, വിജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, വിശപ്പ്, ദാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്നെ അലട്ടുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ പല പ്രവാചകന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് ഇന്ന് എന്താണ്, അവർക്ക് കിട്ടുന്ന ഓഹരി കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് കിട്ടുന്ന ഓഫറിങ്സ് കിട്ടുന്നില്ലാത്തതിലുള്ള വിഷമമാണ്. അപ്പോസ്തലന് അതായിരുന്നില്ല വിഷമം. അതായത് സഭയിൽ നിന്ന് അനേകർ വിട്ടുപോയാലുള്ള തന്റെ ദുഃഖം. കാരണം ഇത്രയധികം കർത്താവിലേക്ക് എല്ലാവരെയും വളർത്തി കൊണ്ടുവന്ന ശേഷം അവർ പുറകോട്ട് പിന്മാറിപ്പോകുമോ എന്നൊരു വിഷമം അപ്പോസ്തലനായ പൗലോസിനെ എന്ത് ചെയ്തിരുന്നു, അവനെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ അപ്പോസ്തലന്മാർക്ക് അതല്ല. അപ്പോസ്തലന്മാർക്ക് സ്വയം പ്രഖ്യാപിക്കപ്പെട്ടവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അവൻ പറയുകയാണ്, അവൻ ഇതെല്ലാം സഹിച്ച് എന്തിനു വേണ്ടിയാണ്? കർത്താവിൽ വളരുകയായിരുന്നു. ഇതൊന്നും ഈ പ്രയാസങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും കടന്നു പോകാതെ ക്രിസ്തുയേശുവിൽ, അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന തലയോളം വളരുന്നവനാണ് അപ്പോസ്തലൻ. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോസ്തലനായ പൗലോസ് ആരായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അപ്പോസ്തലനായ പൗലോസ്, കാരണം അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട
ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ എന്താണ് പലപ്പോഴും ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരു മനുഷ്യനായിരുന്നു, അല്ലെ? ഒരു സൈന്യാധിപനായിരുന്നു. അതുപോലെ തന്നെ പത്രം മേടിച്ചുകൊണ്ട്, മഹാപുരോഹിതന്റെ പത്രം മേടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രസംഗിക്കുന്നവരെയും ആ നാമത്തിൽ ഉപദേശിക്കുന്നവരെയും കൊല്ലുവാൻ വേണ്ടി പത്രം മേടിച്ചുകൊണ്ട് നടന്ന മനുഷ്യനെ ഒരു ദിവസം കർത്താവായ യേശുക്രിസ്തു പിടികൂടി. ആ പിടികൂടിയതിന്റെ ഫലമായിട്ട് അവൻ എന്താണ്, ഒരു ദിവസം കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നീട് അവൻ കർത്താവിന് വേണ്ടി പ്രസംഗിക്കുന്നവനായി തീർന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ചരിത്രരേഖകളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലെ? നമ്മളെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 9-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ യേശു തന്നെ ദൈവപുത്രൻ എന്ന പള്ളികളിൽ അവൻ പ്രസംഗിച്ചു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ പ്രസംഗിച്ചു ആരെ കുറിച്ച്? യേശു കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവനായിരുന്നു. വളരെ വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിന് ഏകദൈവ വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ സ്വതന്ത്ര സഭ എന്ന് പറയുന്ന സ്വയമായി അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് എത്ര ദൈവമുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 8-ാം അധ്യായത്തിൽ 8-ാം അധ്യായത്തില് 8-ാം അധ്യായം 8-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ടെന്ന് പറയുന്നുവല്ലോ, എന്നാൽ ആകാശവും ഭൂമിയിലോ ദേവന്മാരെന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലോ, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് സ്വതന്ത്ര സഭകളല്ല, മുഴുവൻ കാത്തോലിക് മുതൽ പെന്തിക്കോസ് വരെയുള്ള എല്ലാ സഭകളും ട്രിനിറ്റിയിലാണ് വിശ്വസിക്കുന്നത്. 3 ദൈവങ്ങൾ അല്ലെങ്കിൽ 3 വ്യക്തികൾ കൂടുന്ന ദൈവത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് വിശ്വസിച്ചിരുന്നത് ഏക ദൈവത്തിലായിരുന്നു. വളരെ വ്യക്തമായി അവിടെ എഴുതിയിരിക്കുകയാണ്, പിതാവായ ഏക ദൈവമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പുത്രനായ ഒരു ദൈവം ഉണ്ടെന്ന്, പരിശുദ്ധാത്മാവ് വേറൊരു ദൈവം കൂടി ഉണ്ടെന്ന അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചില്ല. അങ്ങനെ ഒരിക്കലും അദ്ദേഹം പഠിപ്പിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ന് സ്വയമായി അപ്പോസ്തലൻ എന്ന് പ്രഖ്യാപിക്കുന്നവർ പഠിപ്പിക്കുന്ന എന്താണ്? 3 ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, 3 വ്യക്തിത്വങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതാണ് ഇന്നത്തെ അപ്പോസ്തലിക് പഠനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ അപ്പോസ്തലന്മാർ ഒരു പ്രത്യേകത, അവരുടെ സഭകളിൽ എന്താണ്? സമ്പത്തുണ്ടാകണം. അതിനു വേണ്ടി അവരെന്ത് ചെയ്യും? അത് കിട്ടിയില്ലെങ്കിൽ അവരെ ശപിക്കുവാനും മടിക്കത്തില്ലാത്ത അപ്പോസ്തലന്മാരെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവർ ചെയ്യുന്നത്. ഇതിന് ഇക്കൂട്ടറിൽ നമ്മൾ ഈ കാലങ്ങളിൽ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യകത നിറഞ്ഞ ഒന്നാണ് എന്ന് ഞാൻ ഇവിടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പലപ്പോഴും ഇവരെന്ത് ചെയ്യും? പാവപ്പെട്ട ജനങ്ങളുടെ പൈസ എല്ലാം എന്ത് ചെയ്യുന്നു? ഓഫറിംഗ് ആയി മേടിച്ച്, അല്ലെങ്കിൽ ടൈറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ അത് കൊടുക്കണം, ഇത് കൊടുക്കണം, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും? പല പ്രസംഗങ്ങളും നടത്തും. അപ്പോ 2 കൊരിന്ത്യർ അപ്പോസ്തലനായ പൗലോസ്, അതായത് സ്വയം പ്രഖ്യാപിത അപ്പോസ്തലനല്ല, അദ്ദേഹം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട അപ്പോസ്തലൻ, അതിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയാണ്, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടും അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടൈറ്റ് വേണം, അത് വേണം, ഇത് വേണമെന്ന് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിതർ പറയുകയാണ്, അവരിൽ നിന്ന് നിർബന്ധിച്ച് മേടിക്കണം, നിർബന്ധിച്ച് അവരിൽ നിന്ന്. കാരണം ആ ഒരു ഓഫറിങ് അവിടെ കൊണ്ടുവരണമെങ്കിൽ ആ പാവപ്പെട്ടവൻ എത്രമാത്രം അധ്വാനിച്ച് അതിന്റെ ഓഹരിയായിരിക്കും അവനവിടെ കൊണ്ടു കൊടുക്കുക. അതാണ് ഈ പാസ്റ്റർക്കോ അല്ലെങ്കിൽ ഈ ദൈവദാസൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ അപ്പോസ്തലൻ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടത്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഈ മനുഷ്യനെ കളിപ്പിക്കുവാൻ വേണ്ടിയുള്ള അവരുടെ പുറകോട്ട് നാടകങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ മറന്നു പോകരുത്. അവിടെ എഴുതിയിരിക്കുകയാണ്, നിർബന്ധിക്കാൻ പാടില്ല, അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. നിർബന്ധിക്കുവാൻ പാടില്ല. ഇവരുടെ ഈ പ്രസംഗങ്ങളെല്ലാം എന്താണ്? നിർബന്ധത്താലുള്ളതുമാണ്. അതുപോലെ തന്നെ സന്തോഷത്തോടെ കൊടുക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്നവന് എന്ത് ചെയ്യും? ദൈവം സ്നേഹിക്കുമെന്ന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അത് 6-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ലോപമായി വിധിക്കുന്നവൻ. അപ്പൊ എല്ലാവർക്കും വിശ്വാസമില്ല. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ ലോപമായി വിധിക്കുന്നവൻ ലോപമായി കൊയ്യും, ധാരാളമായി വിധിക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. എല്ലാവർക്കും ആ വിശ്വാസമില്ല. ലോപമായി വിധിച്ച ഉടനെ ലോപമായി കൊയ്യുമെന്നുള്ള വിശ്വാസം എല്ലാവർക്കുമില്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളിലാണെങ്കിൽ തന്നെയും അപ്പോസ്തലനായ പൗലോസിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ വരുമ്പോ, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോ, അവിടെ ഏതൻസില് അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാഴ്ചയുണ്ട്. കാരണം വിഗ്രഹങ്ങളെ നമിക്കുന്നവരെ കുറിച്ച് ഇതൊക്കെ ശക്തമായ കർശനമായിട്ടാണ് അപ്പോസ്തലന്മാർ അന്ന് അവരോട് സംസാരിച്ചത്. അല്ലെ, ഏതൻസില് 17-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, പൗലോസ് അവിടെ വായിക്കുന്നത് ശരിയാണ്. അരബിയോപകുന്നിലെ പ്രസംഗം എന്ന് പറയുന്ന ഭാഗത്ത് 17-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അരബയോഗ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, ഏതൻസിലെ, അതായത് അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്നോ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചുറ്റി നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അജ്ഞാത ദേവന് എന്ന് എഴുത്തുള്ള ഒരു ബലിപീഠം കണ്ടു. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നവനെ കുറിച്ച് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ല. ഇന്ന് ഈ സ്വയം പ്രഖ്യാപിത അപ്പോസ്തലന്മാർക്ക് ഈ പൗലോസ് അപ്പോസ്തലന്റെ ഏതൊരൊറ്റ സ്വഭാവമെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കണം. എന്താണ് പറഞ്ഞത്? ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കി ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായതുകൊണ്ട് കൈപ്പണിയായ ആലയങ്ങളിൽ വാസം ചെയ്യുന്നില്ലെന്നും, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും ആവശ്യമുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളിൽ നിന്നൊന്നും ആവശ്യപ്പെടുന്നില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രതിമ ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു രീതി ഏതൻസിലെ ആൾക്കാർക്കുണ്ടായിരുന്നു, അഥേനയിലെ ആളുകൾക്കുണ്ടായിരുന്നു. അവരെ വാൺ ചെയ്യുന്ന അപ്പോസ്തലനെ അവിടെ കാണാൻ കഴിയുന്നു. അതായത് അപ്പോസ്തലന്റെ ഒരു പ്രത്യേകതയാണ് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത്. ഇന്നത്തെ അപ്പോസ്തലന്മാരെന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെട്ടവർ ചെയ്യുന്ന എന്താണ്? പണം കിട്ടിയില്ലെങ്കിൽ അവരാദ്യം എന്ത് ചെയ്യും? ശാസിക്കുന്ന ഒരു പ്രവണതയാണ് അവരുടെ ഇടയിൽ കണ്ടുവരുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ. അപ്പൊ ഇവരെയൊക്കെ ഏത് തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം? ഇവരൊക്കെ ഈ വീര്യപ്രവർത്തികളിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ക്യാൻസർ മാറ്റി വന്നത് കൊണ്ട് ഞാൻ അപ്പോസ്തലനാണ്, അല്ലെങ്കിൽ 2 പ്രവചനം പറയുന്നത് കൊണ്ട് ഞാൻ അപ്പോസ്തലനാണ് എന്നുള്ള ചിന്താഗതി ഇവരുടെ ഇടകളിൽ വാടുകയാണ്. ഇവർ വേറൊന്നിനെയും ശാസിക്കുകയില്ല. ഇവർ കാശ് കിട്ടിയില്ലെങ്കിൽ കാശ് കിട്ടാത്തിടത്ത് മാത്രം ഇവർ ശാസിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ മത്തായിയുടെ സുവിശേഷം 7:15 പറയുകയാണ്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ ആടുകളുടെ വേഷം ധരിച്ച് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാകുന്നു. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ അറിയും. മുൾപ്പടപ്പിൽ നിന്നും മുന്തിരിപ്പഴവും ഞെരിഞ്ഞിരികളിൽ നിന്ന് അത്തിപ്പഴവും ആരെങ്കിലും പറിക്കാറുണ്ടോ? അതുപോലെ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ചീത്തയായ വൃക്ഷമോ ചീത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലവും
ചീത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്ക്കുവാൻ കഴിയുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. ആകയാൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. കർത്താവ് യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഇങ്ങനെയുള്ളവരെ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ നോട്ട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ അടുക്കൽ പോകുന്നവർ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഓർപ്പിക്കുകയാണ് അവരുടെ ഫലങ്ങളിൽ നിന്നും അവരെ തിരിച്ചറിയാമെന്നുള്ള കാര്യം. അതിന്റെ 21 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, പ്രത്യുത സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും എന്ന് അവിടെ കർത്താവായ യേശു ക്രിസ്തു സൂചിപ്പിക്കുകയാണ്. ഇന്ന് ചെയ്യുന്ന ഒരു വലിയൊരു കാര്യം എന്താണ്? ഞാൻ ക്യാൻസർ സൗഖ്യമാക്കി, അതുകൊണ്ട് ഞാൻ അപ്പോസ്തലനാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം സ്വതന്ത്ര സഭകളുടെ ഒരു അപ്പോസ്തലന്മാർ, സ്വയം പ്രഖ്യാപിത അപ്പോസ്തലന്മാർ, അവർ പറയുന്നതും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ എന്ന് പലരും അന്നാളിൽ എന്നോട് പറയും എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അപ്പോ കർത്താവായ യേശു ക്രിസ്തു പറയുന്ന മറുപടി ശ്രദ്ധിക്കണം. അന്ന് ഞാൻ പരസ്യമായി അവരോട് പ്രഖ്യാപിക്കും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിരുന്നില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുകയും എന്ന് പറയുമെന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ കാലങ്ങളിൽ ക്രൂശിന്റെ വചനം ശക്തമായി ഇടപെടാത്ത ഒരു അപ്പോസ്തലനും എന്താണ് ദൈവത്തിൽ നിന്നുള്ളതല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി നമ്മൾ അവിടെ വായിക്കുന്നു. അതാണ് നമ്മൾ വായിച്ചത്. ഒന്ന് കൊരിന്ത്യർ 1-ാം 23 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആരെയാണ് പ്രസംഗിക്കുന്നത്? ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയായിരുന്നു തന്റെ സുവിശേഷ വേല നടത്തിയിരുന്നത്? താൻ കൂടാരപ്പണി എടുത്തുകൊണ്ടാണ്. അദ്ദേഹം ജോലി എടുക്കുമായിരുന്നു, ജോലി ചെയ്തിട്ടായിരുന്നു തന്റെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ പല അപ്പോസ്തലൻ എന്ന് പറയുന്ന ആൾക്കാരും ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടമായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അവരെന്ത് ചെയ്യുന്നില്ല? അപ്പോസ്തലനെ പോലെ എന്ത് ചെയ്യുന്നില്ല? ഹാർഡ് വർക്കുകൾ ചെയ്യുന്നില്ല. കർത്താവിന് വേണ്ടി കർത്താവ് ഒരിക്കലും ആരെയും പണിയെടുക്കരുത് അല്ലെങ്കിൽ ജോലി ചെയ്യരുത് എന്ന് ഒരു അപ്പോസ്തലനോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് നമുക്കൊരു മാതൃകയായിട്ട് നമ്മുടെ മുമ്പില് നിൽക്കുന്നത്. 1-ാം 31 വാക്യത്തിൽ 1 കൊരിന്ത്യർ 1:31 എഴുതിയിരിക്കണം, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ ആ എഴുത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് അതനുസരിക്കുന്നവനായിരുന്നു. അവൻ പ്രശംസിക്കുന്നെങ്കിൽ അത് കർത്താവിൽ മാത്രമായിരുന്നു അവൻ പ്രശംസിച്ചിരുന്നത്. അവന്റെ അത്ഭുത പ്രവർത്തികളിലായിരുന്നില്ല, അവന്റെ അപ്പോസ്തോലിയത്തിലായിരുന്നില്ല അവൻ പ്രശംസിക്കുന്നത്. അവൻ പ്രശംസിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിലായിരുന്നു. അതുകൊണ്ട് തന്നെയും അവന്റെ സുവിശേഷം സത്യമായിരുന്നു. ഇന്നത്തെ കള്ളപ്രവാചകന്മാരെ പോലെ, കള്ള അപ്പോസ്തലന്മാരെ പോലെ ആയിരുന്നില്ല അവന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ഇന്ന് പല സുവിശേഷകരും അപ്പോസ്തലനായ പൗലോസിനെ മാതൃകയാക്കേണ്ടതാണ്. ഇങ്ങനെ ഇവരുടെ പുറകെ പോകുന്നവർ ദൈവ നാമത്തിൽ എന്ത് ചെയ്യണം? അപ്പോസ്തലനായ പൗലോസിനെ മാതൃകയാക്കേണ്ടത് വളരെ അത്യാവശ്യകരമായുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മളെ എന്ത് ചെയ്യും? തെറ്റിക്കുവാനായി പല പ്രവാചകന്മാരും അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വരും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മറന്നു പോകരുത്. അതുകൊണ്ട് ക്രൂശിന്റെ വചനം ആണ് നമ്മൾ വായിച്ചത്.
ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയുമാകുന്നു. അപ്പോ പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് എഴുതിയതിന്റെ കാരണം ഇത് തന്നെയാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിനെ മുമ്പിൽ വെക്കാതെ ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്ന പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടമെന്ന്, അല്ലെ? യിരെമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. യിരെമ്യാവ് പറയുകയാണ്, ഇവരൊന്നും ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകന്മാർ അല്ല എന്ന് അവിടെ യിരെമ്യാവ് പറയുന്ന നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഈ കാലത്തെ സമൃദ്ധി സുവിശേഷകർ എന്ന് പറയുന്ന കള്ള അപ്പോസ്തലന്മാർ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ നാളുകളിൽ നരകത്തിലേക്കുള്ള വഴികൾ ഉപദേശിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, ഈ സമയത്തിനായി സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ട് ഭാരപ്പെടുന്ന എല്ലാവർക്കും കർത്താവ് പൂർണ്ണമായ സൗഖ്യം വിടുതലും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഡ്മിന്മാരായിട്ടുള്ള എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടിരുന്ന സ്തോത്രം, മാനവും മഹത്വവും അപ്പച്ചനെടുക്കണം. എല്ലാം യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.